ഇതുണ്ട, ഇത് നമ്മൾ നേരത്തെ തിരിച്ചിട്ടില്ലേ, അതിൻ്റെ ചെറിയ രൂപമാണ്. ഇതിൽ ഒന്ന് തിരിച്ചാൽ ഒന്ന് നിർത്തരുത്, 4 തിരിക്കണം എന്നാണ് ഇവർ കണക്ക്. അപ്പോൾ നമ്മൾ 4 തിരിച്ച് എത്ര പ്രാവശ്യം തിരിക്കണം എന്ന് നമുക്ക് ഇവരോട് ചോദിച്ചു. 3 പ്രാവശ്യം തിരിക്കണം ഇത്. ओके, इसका थोड़ा हिस्ट्री बता सकते हैं इस टेम्पल का? ये और वहाँ एक मंदिर देख रहे हो, वो मंदिर छोटा से नजर आ रहा है. നമ്മളൊരു ട്രാവൽ ഏജൻസിയിലുള്ള നമ്മൾ ഈ ലേയിൽ ലോക്കലായിട്ടുള്ള കുറച്ച് സിറ്റീസ് ചുറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവരോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല സ്നേഹമുള്ളവരാണ് ഇവര്, അല്ലേ? നല്ല രീതിയിലല്ലേ ഇവര് പിന്നെ നമുക്കിപ്പം ബൈക്കൊക്കെ എടുത്ത് കറങ്ങി കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ എന്താ പറയുക കൂടെ ബംഗാൾ പോയ പോലെ ചുറ്റാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് ഇവിടെ കറങ്ങാൻ പോകുമ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ലോക്കൽ സപ്പോർട്ട് നമുക്ക് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ആര് വെച്ച് പോയി കുറെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടാന്നല്ലാതെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. 5 സ്പോട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന് പറഞ്ഞാൽ സംഗം സംസ്കൃതം എന്ന് പറഞ്ഞൊരു 2 നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ പത്രസാഹിബ് മന്ദിർ, അതുപോലെ മാഗ്നറ്റ് ഹില്ല്. വണ്ടി റെഡി ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 3400 റുപ്യ ലോക്കൽ ട്രിപ്പാണ് ഇന്നത്തെ ഒരു ട്രിപ്പ്. നമ്മൾ ഈ ഒരു വാഹനത്തിലാണ്. ഓക്കെ, നമ്മൾ 4 പേരും കൂടി അൻവറൊക്കെ റെഡിയാണ്. ഓക്കെ അല്ലേ? ഓക്സിജനൊക്കെ ഫിറ്റായില്ലേ? എല്ലാം റെഡിയാണ്. ഇന്നലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിന്. തുറന്നോ ഇരുന്നോ, മുമ്പിൽ നീ ഇരുന്നോ, മതിയല്ലേ? ഇതാണ് നമ്മളെ ഡ്രൈവർ, അടിപൊളി ഡ്രൈവറാണ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ ഡ്രൈവർ നമ്മളെ ആദ്യം കൊണ്ടുവന്നത് സ്പിതുക് മൊണാസ്ട്രിയിലേക്കാണ്. എന്നുവെച്ചാൽ കാലിമാത മന്ദിർ എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ ലേയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. അപ്പോൾ ലേ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഇത്. ഒരു മലേൻ്റെ മുകളിലാണ് ഈ ഒരു അമ്പലം. നല്ല എന്താ പറയണ്ടേ, ലേൻ്റെ മൊത്തം പനോരമ വ്യൂ എന്നാണ് പറഞ്ഞത് ഡ്രൈവർ. എല്ലാം നല്ല കാഴ്ചകൾ, ഒരുപാട് സ്പോട്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പോകുന്ന വഴിയിലൊക്കെ തിബറ്റിയൻ കൾച്ചറിലുള്ള ഒരുപാട്, ഇടത്ത് സൈഡ് കാണുന്ന ആ ഒരു നിർമ്മിതി, ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വഴിയിലൊക്കെ കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ജലാംശമുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നേരെ അങ്ങ് ലോങ്ങിൽ കാണുന്നത് ഒരു മല, കറുത്ത ഒരു മലയാണ്. അധിക സ്ഥലത്തൊന്നും ഈ കറുത്ത മലയില്ല. ലേ സിറ്റിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഭയങ്കര എന്താ പറയുക നല്ല ഹൈറ്റിലുള്ള ആ ഒരു മല. ആ മലേൻ്റെ തൊട്ടിപ്പുറത്ത് ബാക്കി മലകളൊക്കെ കുറച്ച് വെള്ള കളറുള്ള മലകളാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെയുള്ള മലയുടെ മുകളിലൊക്കെ നല്ല എന്താ പറയണ്ടേ മഞ്ഞിൻ്റെ കിരീട അണിഞ്ഞിട്ടുള്ള വേറെ കുറേ നല്ല കാഴ്ചകൾ. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഗ്രാമത്തിലേക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്ത് നല്ലൊരു എന്താ പറയണ്ടേ ഫോട്ടോ ഫ്രെയിമിലെല്ലാം കാണുന്ന പോലത്തെ നല്ല മനോഹരമുള്ളൊരു യെല്ലോ ഫ്രെയിമിലേക്ക് കൂടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചപ്പം പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പേര് യെല്ലോ ഫെയിമാണ്, യെല്ലോ ഫെയിം. ഈ മരങ്ങളെ കുറിച്ച് എന്താണ്, ഇതെന്തെല്ലാം എന്ത് മരങ്ങളാണ്? ഊട്ടിയിലെല്ലാം കാണുന്ന യൂക്കാലിപ്പസ് മരങ്ങൾ പോലെ ഉണ്ട് കാണുമ്പോൾ. എന്ത് മരങ്ങളായിരിക്കും അത്? ഞാൻ ഡ്രൈവറോട് ചോദിച്ചു. ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഒരു ഐഡിയ വെച്ചിട്ട് പിന്നെ ഇത് വെച്ച് പിടിപ്പിക്കുന്ന ഒരു മരമാണ്. कितना साल में ये कट करते हैं? बहुत साल लगता है, फिर भी 3-4 से ज्यादा लगता है. 5 വർഷം കേട്ടോ. 5 വർഷം കഴിഞ്ഞാൽ വണ്ണം വെച്ചിട്ട് അതങ്ങോട്ട് പോകും. അല്ല, ഇത് എന്തിനാണ് ഇയാൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഇവിടെ കാണിച്ചാൽ ഓക്കെ, വീടുകൾക്കുള്ളതും ഫർണിച്ചർ ഇത് നല്ല വണ്ണം വെക്കും. ഇവിടെ കാണുന്ന മരം കാണിക്കും, ഇത്ര വണ്ണം, ഇതിലും വണ്ണം വെക്കും. ഫ്ലൈറ്റ് പോകുന്ന പോക്കുണ്ട്. അങ്ങ് ആ മലന്റെ മുകളിലോട്ട് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. പക്ഷെ അത് ഇതിൽ ക്യാമറയിൽ അത്ര തന്നെ കാണുന്നുണ്ട് എന്നറിയില്ല. ആ മല മുഴുവനും മഞ്ഞു മലകളും കൂടിയാണ്. ഒരു സിൽവർ കളർ അല്ല. ഈ ഫ്ലൈറ്റ് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 2 മലമടക്കില്ലേ, അതിന്റെ ആ മടക്കിലേ കൂടി അങ്ങോട്ട് ഈ ഫ്ലൈറ്റ് കാണുന്നുണ്ട്. അതിനകത്ത് ഇതിലിപ്പം തിരിഞ്ഞിങ്ങോട്ടേക്ക് ഇപ്പുറം ഒരു മണ്ണ് മല കണ്ട, മണ്ണ് അടിപൊളിയായിട്ട് സൈറ്റ് കണ്ടാ ശ്രദ്ധിക്കേ. മണ്ണ് നോക്കടാ, നല്ല കടപ്പുറം പോലെ പോയി. അതെന്ന് പറഞ്ഞാൽ മണൽ മാഫിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അല്ലടാ, അത് ഒരു ഫേസ് എന്താ പറയണ്ടേ, കാറ്റത്ത് അതിന്റെ ഇത് കുറെ ഷേപ്പെല്ലാം മാറും. അതിന്റെ നല്ല കാറ്റടിക്കുമ്പല്ലേ മടക്കായിട്ട് നീ ആ മണ്ണ് കാണിച്ച അവിടെ കാണാൻ മണ്ണ് കണ്ട, അത് മലേന്റെ മേലെ. ഇത് ഐസ് വീണ് കഴിഞ്ഞാൽ അതിന്റെ അകത്താണ് ഏറ്റവും കൂടുതൽ ഐസ് നിൽക്കുക, അല്ലാണ്ട് കുറെ നാൾ. ബാക്കിയെല്ലാം എന്താ പറയണ്ടേ നല്ല എന്താ പറയാ എയർപോർട്ട് എത്തിയല്ലേ നമ്മൾ. എയർപോർട്ട് സൈഡ് എത്തി. ലേ എയർപോർട്ടിന്റെ അരുവത്തേക്ക് കൂടിയാണ് ഇപ്പം പോകുന്നത്. നമ്മളെ യാത്ര തുടങ്ങി. നമ്മളെ കൂടെ ഉള്ളത് ഫ്രാങ്ക്ലോ എന്നാണ് ഡ്രൈവറുടെ പേര്. പുള്ളി ലഡാക്കാരൻ തന്നെയാണ്. ഫ്രാങ്ക്ലോ ഒരു 32 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരനാണ്. ചവിട്ടിക്കുത്തി പോകുന്നുണ്ട്. നല്ല ഡ്രൈവറാണ്. ഈ നാട്ടിലെ നല്ല എക്സ്പേർട്ടായ ആളാണ് പുള്ളി.
നല്ല സീനല്ലേ, അടിപൊളി സീനാണ്. ഒരു സൈഡിലെ മല നോക്കി, ഈ കറുത്ത മല അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ പൂഴിമല, വലതുവശം മുഴുവനും പൂഴിയുള്ള ഒരു മഞ്ഞൊന്നും വീഴാത്ത മലയും, ഇടത് സൈഡിലുള്ള ഇങ്ങോട്ട് മുഴുവനും ഒരു എന്താ പറയാ സിൽവർ കളറിൽ ഇങ്ങനെ മഞ്ഞും അടിഞ്ഞിട്ടുള്ള മലയാണ്. ഈ കാണുന്നത് ഈ ഇന്ത്യൻ പതാക ഇങ്ങനെ കയറുന്നത് കാണുന്നത് എയർപോർട്ടാണ്. ലേയിലെ ഏറ്റവും വലിയ പിന്നെ പതാകയാണ് കേട്ടോ. ഏറ്റവും വലിയ നല്ല ഹൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് എത്ര തന്നെ ഇതിൽ വീഡിയോയിൽ അതിന്റെ ഹൈറ്റ് മനസ്സിലാവുന്ന അറിയില്ല. നല്ല വലിപ്പമുള്ളതാണ്. ഈ റോഡ് എന്ന് പറയുന്നത് 1 ഇഞ്ച് അങ്ങോട്ടോ 1 ഇഞ്ച് ഇങ്ങോട്ടോ പോയി തവിട് പൊടി, ഇഞ്ചും തവിട് പൊടിയാവും. അപ്പോൾ നമ്മൾ ഈ മൊണാസ്ട്രിയിലേക്കുള്ള ഒരു ഇടുവഴിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ സഞ്ചരിച്ചിരുന്നത് പിന്നെ ശ്രീനഗർ അതുപോലെ തന്നെ കാർഗിലിലേക്കുള്ള ഒരു ഹൈവേയിൽ കൂടിയായിരുന്നു. അപ്പോൾ ഈ ഒരു മൊണാസ്ട്രിയിലേക്ക് തെറ്റുമ്പോൾ ചെറിയൊരു ഇടുവഴിയിലേക്ക് കൂടി വന്നിട്ട് ഈ കുന്ന് കയറി വന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ മൊണാസ്ട്രി. അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ഇടത്ത് സൈഡിലായിട്ട് ആ ഒരു അമ്പലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു മൊണാസ്ട്രി സ്മാരകം കാണാനുണ്ട്, തിബറ്റിയൻ്റെ ഓർമ്മകൾ ഉള്ളത്. അപ്പം നമ്മളിതാ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. താഴത്തേക്ക് കാണുമ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ ഫുള്ള് ലേൻ്റെ കംപ്ലീറ്റ് വ്യൂസ് നമുക്കിപ്പം കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ആ ഒരു അമ്പലത്തിൻ്റെ മേലെയാണ് ഇപ്പം നമുക്ക് എത്തേണ്ടത്. ഇതിൻ്റെ ദൂരെ കാണുന്ന മലകൾ സിൽവർ മലകളുണ്ട്, പിന്നെ മണ്ണിൻ്റെ തന്നെ ഉണ്ട്. അത് സിൽവർ മല എന്ന് പറയുന്നത് മഞ്ഞ് അടിഞ്ഞു വീണിട്ട് ആയതാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഈ ചെറിയ ചെറിയ വീടുകൾ, ചെറിയ പെട്ടി അടുക്കി വെച്ച പോലെയുള്ള വീടുകൾ, അത് വളരെ വളരെ രസകരമായിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് സൈഡിൽ കണ്ട, നീ സൂം ചെയ്തില്ലേ, അങ്ങ് ആ കാണുന്ന ലേ എയർപോർട്ട്. അതിൻ്റെ അകത്തേക്ക് വിമാനം വരുന്ന ഈ ഒരു ഇത് കണ്ട, ഈ മല, ഈ മലയും ഇപ്പുറത്തുള്ള ഒരു മലേന്റെ നടുക്കേ കൂടിയാണ് ആ റൺവേയിലേക്ക് ഇങ്ങനെ വിമാനം ഇറങ്ങി വരുന്നത്. അപ്പൊ മറ്റൊരു റൺവേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറെ കണ്ടമാനം റൺവേ ഒന്നും ഇല്ല. അവിടെ പോയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റിയ സ്ഥലങ്ങളേ ഉള്ളൂ. ആണ് ഒരു വരവ് ഉണ്ടെങ്കിൽ വിമാനം നമുക്കിപ്പം ഭാഗ്യമില്ല എടുക്കാൻ. ഇപ്പൊ ഒരു വിമാനം പോയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് വണ്ടിയിലേനു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിൻ്റെ മറ്റു മന്ദിരത്തിലേക്ക് പോവാം. നമ്മളിപ്പോൾ എത്തിയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലഡാക്കികളൊരു അമ്പലത്തിലാണ് എത്തിയിരിക്കുന്നത്, കാളിമാത മന്ദിർ. കുറേ നടയുണ്ട് കയറാൻ. പണ്ടാരടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ നട, അങ്ങ് മേലോളം നടയാട്ടാ. മിക്കവാറും അൻവറിലും താഴെ ഉണ്ടാവും. പതിരിക്കുന്നു. അപ്പൊ നമുക്ക് അത് കയറി തുടങ്ങാം. അത്ര നമ്മളിപ്പോൾ ഏകദേശം എന്താ പറയണ്ടേ, ഒരു 90 നടയെങ്കിലും കയറി. അതാ അൻവർ അങ്ങ് താഴെന്ന് വരുന്നേ ഉള്ളൂ, അവനെ കാണിക്കണ്ട. പിന്നെ നേരത്തിച്ചോ ഈ ഒരു സംഭവം കണ്ട, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കികളെ പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രാർത്ഥനാ രീതിയാണ്. ഇതിൻ്റെ പ്രാർത്ഥനാ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും പിടിച്ചിട്ട് ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഇങ്ങനെ തിരിക്കാന്നല്ല. ആര് വന്നാലും ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം തിരിക്കണം എന്ന് നമുക്ക് ഇവരോട് ചോദിക്കും. कितने बार घुमाता है? कितने बार घुमाना पड़ता है इसको? 3 बार घुमाना है। कुछ बोल के घुमाना है? मंत्र 3 പ്രാവശ്യം തിരിക്കണം. ഇത് എന്തെങ്കിലും മന്ത്രമുണ്ട്, ഇവരൊരു മന്ത്രം. ആ മന്ത്രം ഒന്നും അറിയില്ല. ഈ മുയലിനെ കണ്ടാ? ഈ മുയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത മുയലെന്നല്ല, നാട്ടിലുണ്ട്. അത് ഖത്തറുണ്ട്. സംഭവം കണ്ട, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമ എന്ന് പറഞ്ഞാൽ ലഡാക്കിൽ ഇവരെ ഒരു ദൈവമുണ്ട്. ഒരാൾ ദൈവമാണ്. അവരെ ഇതിലാണ് ഇവരൊക്കെ ഏകോപിച്ചു പോകുന്ന ഒരു ആൾ ദൈവമാണ്. അയാൾ എത്രയോ വർഷം മുമ്പ് നിർമ്മിച്ചു വെച്ച സംഭവം ഇത്. ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ എന്തോ വലിയ വലിയ മൂല്യങ്ങളുള്ള നിർമ്മിതികളാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. ഇത് ആരെ വേർഡാന്ന് വെച്ച് കഴിഞ്ഞാൽ 16ാമത്തെ ദലൈലാമ. ഇവരൊരു ലാമ പരമ്പരയിലായിട്ടാണ് ഈ ലഡാക്കികൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 16ാമത്തെ ഈ ദലൈലാമയെ എഴുതി വെച്ച് അയാൾ പറഞ്ഞ ഒരു പിന്നെ വാചകമാണ്. അപ്പോൾ അവർ ഒരു ദൈവത്തിൻ്റെ ഒരു മൂർത്തിയാണ് ഈ അമ്പലത്തിലുള്ളത്. കാലമന്ദിരം എന്ന് പറയുന്നതിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും സാധിക്കും.
നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എന്തൊക്കെയുണ്ട് എന്നുള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ കൂട്ട് പലതും ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. മോട്ടിവേഷൻ, ഇവരെ എല്ലാ സംഭവങ്ങളും മോട്ടിവേഷനാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പം ഇതേണ്ട, ഇത് നമ്മൾ നേരത്തെ തിരിച്ചിട്ടില്ലേ, അതിൻ്റെ ചെറിയ രൂപമാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങളൊക്കെ ലഡാക്കി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഈ ദലീലാമേനെ ബേസ് ചെയ്തിട്ടുള്ള മന്ത്രോച്ചാരണങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം തിരിക്കാൻ പറ്റും. ഒന്ന് തിരിച്ചാൽ ഒന്ന് നിർത്തരുത്, 4 തിരിക്കണം എന്നാണ് ഇവർ കണക്ക്. അപ്പോൾ നമ്മൾ 4 തിരിച്ച് അഞ്ചാമത്തെ തിരിക്കാൻ മേലെ ഉണ്ടോ നോക്കാം. കണക്ക് തെറ്റിപ്പോണ്ട. പിന്നെ ഇത് വലിയ ഏതോ ഒരാൾ ഇടുന്ന് തിരിക്കുന്നുണ്ട്, ആരാന്നറിയില്ല. നീയും തിരിച്ചു തുടങ്ങിയത് എത്ര പ്രാവശ്യം പറയാ? 2 ലാസ്റ്റ് തിരിയാണേ. ഇത് നാന്നില്ലേ. ഇനി ചുമര കണ്ട ചുമര ഇവിടുത്തെ എല്ലാ, നീ ഒരു ഹോട്ടലായിക്കോട്ടെ, അനാദിപീടി ആയിക്കോട്ടെ, എന്തിന് ഈ ഒരു ഡിസൈനാണ്. ചിലവര് മരത്തിന്റെ കൊത്തുപണികളാക്കിയിട്ടാക്കും, ചിലവര് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലത്തെ ഒരു നിർമ്മിതിയാണ്. ഇതെന്താ ഇതിന്റെ ഡിസൈൻ? ഇതോ മേലെ നോക്ക്. എല്ലാ വീടിന്റെ മെയിൻ ഇതെല്ലാം ഇതിങ്ങനെ ഒരു ഡിസൈനോട് കൂടിയാണ്. ഈ നടുക്കുള്ളത് ബുദ്ധനെ കുറിച്ചിട്ടുള്ള ഒരെന്തോ ലഡാക്കി ഭാഷ അറിയാത്തോണ്ട് പിന്നെ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. മാക്സിമം അതിന്റെ അകത്ത് തിരി കത്തുന്നുണ്ട. ഇതൊരിക്കലും കെടാവിളക്കാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഈ തിരി കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഗ്ലാസ് എത്ര തണുപ്പ് വന്നാലും ഐസ് വീണാലും ശരി, ഗ്ലാസിന്റെ ഒരു സംഭവമാണ്. From Kerala. PACHOLA. PACHOLA. YouTube channel in South India. Okay, oh, from मतलब ये लोकल हूँ मैं. लोकल है? तो वहाँ से आ रहा है? मैं बेंगलोर से. तो वहाँ रहता है क्या? हाँ, ज़्यादातर बेंगलोर. वहाँ नहीं है हुबली. ओके, इसका थोड़ा हिस्ट्री बता सकते हैं इस टेम्पल का? ये और वहाँ एक मंदिर देखा है उससे वो मंदिर छोटा से नजर आ रहा है. वहाँ हाँ. हाँ. ओके. ले पैलेस से ऊपर. समझ गया वो. हाँ. जो वार हुआ था, जो पैलेस हो रहा. हाँ. उस टाइम लद्दाख का राजा थे जमिया नमग्याल. हाँ. जितना भी लद्दाख से शहीद हुए थे, हाँ, उनको वहीं दफना गया था. अच्छा. उस टाइम पे ज़्यादा पेड़ भी नहीं था. कैसे जलाएंगे? सब वहीं दफना के. नहीं, कैसे मर गया था? വാർ हुआ था. വാർ യുദ്ധത്തിൽ മരിച്ചവരാ അടക്കം ചെയ്ത ഒരു മന്ദിരാണ് മേലെ കാണുന്നത്. അതിൽ കാണുന്നുണ്ടാവില്ല അതിന്റെ ഹിസ്റ്ററി. ഇവിടെ മനോഹരമായ ഒരു വ്യൂ ആണ്. ഇത് മുഴുവനും ഒരു പച്ചപ്പ് നിറഞ്ഞെന്ന് തന്നെ പറയാ. ആ രീതിയിൽ ഈ ഗുരുജി പറഞ്ഞെന്ന് വെച്ചാൽ ആ ഒരു നദി കണ്ട അവിടെ, അത് ഇൻഡൂസ് എന്ന് പറഞ്ഞാൽ സിന്ധു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി. ഓക്കെ, ഇതിന്റെ വേക്ക് സൈഡിലുള്ള ഒരു വ്യൂ ആണ്. എന്താ അതിന്റെ ഒരു വ്യൂ അല്ലടാ? എനിക്ക് തോന്നുന്നു രണ്ട് ഡിഫറെന്റ് ആണ്. അടിപൊളിയായിട്ടുള്ള വ്യൂ. ഇതിനകത്ത് വീഡിയോ അധികം എടുക്കാൻ പറ്റിയത് പിന്നെ ഡിഫൻസിന്റെ അണ്ടറിലാണ്. വീഡിയോ അവിടെ ബാക്കി നമുക്ക് പിന്നെ പറയാം. മണിയൊക്കെ അടിക്കുന്നുണ്ട്. പോയ നായിനെ കണ്ടാലും എനിക്കൊരു വീക്ക്നെസ് ആണ്. അടിപൊളി നായ. എനിക്ക് വേണ്ട. തിന്നോ, നല്ലതാണ്, തിന്നോ. മട്ടൊരു ഇഞ്ചി മൂട്ടായി വെക്കാൻ പറ്റുന്ന അടിക്കലും മാഞ്ഞു പറയുന്ന എന്താ പേര്? അന്റെ കുപ്പായെല്ലാം മണ്ണ് വെക്കേട്ടാ. ഏറ്റവും കുപ്പായ മണ്ണ് ഇനി മതി. നമ്മൾ അവിടുത്തെ കാഴ്ചയെല്ലാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് എന്ന് പറയേണ്ട ഒരു പത്ര സാഹിബ് ഗുരുദ്വാര, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഹില്ല്, അതുപോലെ തന്നെ സിന്ധു നദി സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. തടാകം കണ്ട, ഇത് സിന്ധു നദിന്റെ ഒരു ഇപ്പുറത്തുള്ള ഒരു തടാകമാണ്. ഇഷ്ടംപോലെ താറാവുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്തും.